എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയം നമ്മൾ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. നമ്മൾ ചർച്ച ചെയ്യൽ നിർത്താത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ദിവസങ്ങളിലും അവർ ഓരോ തരം കണ്ടന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇടുമ്പോഴത്തേക്ക് പിന്നെ നമ്മളത് കേട്ടിട്ട് മിണ്ടാണ്ട് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അവരൊരു പൊടിക്ക് ഒതുങ്ങട്ടെ, അതാണിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു പൊടിക്ക് ഒതുങ്ങട്ടെ. അപ്പോൾ റിയാക്ട് ചെയ്യാനായിട്ട് ഓരോന്ന് ഇട്ട് തരുന്നത് കൊണ്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പച്ച ഇറച്ചി തിന്നുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ കരയാനായിട്ട് വരുന്നവർ കേൾക്കാനായിട്ട് പറയുന്നത് നല്ല വൃത്തിക്ക് വേവിച്ച് തന്നെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി പച്ച ഇറച്ചി കഴിക്കുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങാനും തോന്നുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, പച്ച ഇറച്ചി കഴിക്കുക തന്നെ ചെയ്യുന്നത് കഴിക്കാൻ പാകത്തിന് നിന്ന് തരുന്നത് കൊണ്ടല്ലേ. അപ്പോൾ എന്തായാലും കൊച്ചുകുട്ടികളുടെ കാര്യമാണ് എനിക്കിതിൽ പറയാനുള്ളത്. കൊച്ചു കുഞ്ഞുങ്ങൾ കൊഞ്ചി വർത്താനം പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ്. അത് ഇന്ന കുഞ്ഞുങ്ങളൊന്നുമില്ല, ആരുടെ കുഞ്ഞായാലും വളരെ ഇഷ്ടമാണ്. പക്ഷേ എന്ന് കരുതി കുഞ്ഞുങ്ങൾ കൊഞ്ചി പറയുന്നത് വർത്തമാനങ്ങൾ കണ്ടാൽ അങ്ങനെ മുഖം തിരിച്ച് പിടിക്കാനായിട്ട് ആർക്കും തോന്നില്ല. പക്ഷേ ഈ രീതിയിൽ കുഞ്ഞുങ്ങൾ കൊഞ്ചി പറയുന്നത് കേൾക്കാൻ ഒട്ടും രസമില്ല. കാരണം കുട്ടി പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഷാജിയുടെ ഇളയ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഏറ്റവും താഴെ ഇളയതായിട്ടുള്ള, അതായത് 4-ാമത്തെ 5-ാമത്തെ കുഞ്ഞുങ്ങൾ പറയുന്ന ചില വാക്കുകൾ വലിയ വായിൽ ഇത്രയും കുഞ്ഞു വാഗുകൊണ്ട് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന് വെച്ചാൽ ഷാജി നിൻ്റെ വളർത്തുദോഷം തന്നെയാണ്. ഇത് നീ ഇപ്പോഴേ ഇതിനൊരു കടിഞ്ഞാണ് ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ ഇരുന്നിട്ട് കുട്ടികളെ കൊണ്ട് ഓരോന്ന് വിളിച്ച് പറയിപ്പിച്ചിട്ട്, നേരത്തെ കുട്ടി ക്ലാസ് എടുത്ത് വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം പുള്ളിക്കാരത്തിയുടെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. കുട്ടികളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ ലാസ്റ്റ് ഇന്നതുപോലെ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളിങ്ങ് വന്നേക്കണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്, കുട്ടികളുടെ വർത്തമാനം കേൾക്കുമ്പോൾ തന്നെ. കാരണം പുള്ളിക്കാരത്തി പറഞ്ഞു നിർത്തിയെടുത്ത് 2 കുട്ടികളും ഓടി വന്നതും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുമാത്രമല്ല, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഷാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളോട്, ഒരാൾ ഷർട്ടിടാതെ ബെഡ്ഷീറ്റ് മുതച്ചുകൊണ്ട് കിടക്കുകയാണ്, എടാ ലൈവ് ഉണ്ടടാ പോയി ഉടുപ്പിടാന്ന് പറയുന്നത് തുടക്കത്തിലേ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് എന്തായാലും ആ കുഞ്ഞുങ്ങളെ വായിൽ നിന്ന് വരുന്ന കുഞ്ഞു വായിൽ നിന്ന് വരുന്ന ഉമ്മണി വലിയ വാക്കുകൾ കേട്ടിട്ട് വരാം. പോയതിനെ എനിക്ക് അന്തസ്സായി പോറ്റാൻ അറിയും. ആ മനുഷ്യൻ എങ്ങനെയാണോ ആ ലെവലിൽ ഞാൻ എന്റെ മക്കളെ എത്തിക്കും. ഒരാളുടെ മുന്നിലും തല കുനിക്കാണ്ട് ഈ 2 കൊല്ലം നോക്കിയിട്ടുണ്ട്, ഇനി ഒരുത്തന്റെ മുന്നിൽ ഞാൻ തല കുനിപ്പിക്കില്ല. എന്റെ മക്കളെ പടച്ചോൻ വിചാരിക്കണം, നീ ഒന്നും വിചാരിച്ച ഒന്നും നടക്കാൻ പോലില്ല. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല മക്കളെ. എനിക്കെന്ത് പറയാനുള്ള കുട്ടി പറ ഹലോ ഷഫീന ബീവി, സുഖല്ലേ ഷഫീന ബീവി ചോദിക്കും. ഷഫീന ചെറിയ കുട്ടികളടക്കം നിന്നെ കളിയാക്കി വീഡിയോ താഴെ എപ്പോഴും കാണാടി. നിന്നെ കുട്ടികളടക്കം കളിയാക്കേണ്ട അളവിൽ എത്തിയടി. നീ എന്തിനാണ് നിന്നെ പറയുന്ന മോളെ? നിനക്ക് മറ്റേ 10-20 വയസ്സായ ആൾക്കാരില്ലടി, മക്കളില്ലടി മോളെ. അവനൊക്കെ തടിയ മകനൊക്കെ ഇല്ലടി നിനക്ക്. അതിനൊക്കെ ഇതാളൊക്കെ തെറി എടി, ഇതാളെ തെറി വിളിക്കേണ്ടവരെ തെറി വിളിക്കുള്ളൂ. റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരെ റെസ്പെക്ട് എടി. എന്റെ മക്കൾ 5 എവിടെ ആണെങ്കിൽ എനിക്ക് കൂട്ടി പാടി, എവിടെ ഏത് കല്യാണ വീട്ടിൽ പോയി നോക്കിക്കോ, എല്ലാ മക്കളും 4 പറ പാടും. ഇത് ഒരു നോട്ടം നോക്കി അവിടെ ഇരിക്കോടി. ഒരു നോട്ടം ഷാരിക്കോ എന്ന് വിളിച്ചിട്ട് ഒരു നോട്ടം നോക്കിയാൽ മതി, അവിടെ ഇരിക്കും. ഷാജി അങ്ങനെയാണ് മക്കളെ വളർത്തുന്നത്. അതിപ്പോ നീ എങ്ങനെയൊക്കെ തലകുത്തി നിന്നാലും നിന്നെ കൊണ്ട് പറ്റില്ലടി പുല്ലേ, നിന്നെ കൊണ്ട് പറ്റില്ല. ഓക്കെ, പിന്നെ ഞാൻ തെറി വിളിച്ച് കേട്ടിട്ട് എന്റെ മക്കൾ ഒരിക്കലും ആരും തെറി വിളിച്ചിട്ടോടി. ആരും തെറി എന്റെ മക്കൾക്ക് അറിയാം ഉമ്മ എന്തിനാ റേസ് ആവുന്നത്, ഉമ്മ എന്തിനാ ദേഷ്യം വരുന്നത്, ഉമ്മ എന്തിനാണ് തെറി വിളിക്കുന്നത്. എന്റെ മക്കൾക്ക് എടി ബുദ്ധിയുണ്ട്, നല്ല ബുദ്ധിയുള്ള കബീറിന്റെ വിത്തുകളാണ് ഇത്. കബീർ 5 എണ്ണത്തിന് അന്തസ്സായി പുലികൾ ഇട്ടാണ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് അത്രയ്ക്ക് പറയാലോ ഷെഫീന. ഒരുപാട് വെള്ളം കേട്ടല്ലോ അല്ലേ, നല്ല കേട്ടല്ലോ. അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യാൻ പാടില്ല മുജെ. നല്ല കുട്ടികളാവണം, അങ്ങനെ ആവാൻ പാടില്ല മുജെ. ഉമ്മച്ചി ആക്കുകയാണെന്ന് പറയും എന്തോക്കും. എടി ഇതൊക്കെ അങ്ങനെ സ്നേഹം കൊടുത്തിട്ടും തല്ലണ്ടോടെ തല്ലിയിട്ടും ചീത്ത പറയേണ്ടോടെ ചീത്ത പറഞ്ഞിട്ടും തെറി വിളിക്കേണ്ടോടെ തെറി വിളിച്ചിട്ട് വളർത്തുന്നതാടി. നിന്നെ പോലെ പാലുകുപ്പി കയ്യിൽ കൊടുത്തിട്ട് വളർത്തുന്ന മക്കളല്ല. ഓക്കെ, സഫീന കേൾക്കണ്ടാണോ? നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരും. ഷാജി ചത്തു പറഞ്ഞിട്ട് ഷാജി അങ്ങനാക്കി, ഷാജി തുണിയിട്ട് ചാടി, ഷാജി ഇങ്ങനാക്കി കുറെ റിയാക്ഷൻ വീഡിയോസ്. എടാ നിങ്ങളൊക്കെ എന്തിനാടാ ഷാജിന്റെ പേരുണ്ടെന്ന് നന്നായിട്ട് അറിയാടാ. 8K 7K 13K 10K. എടാ നിങ്ങൾക്ക് മുന്നോട്ട് വാടാ. എന്നെ തിന്നിട്ട് മുന്നോട്ട് വാ. എന്നേന്നല്ലേ എല്ലാവരും മാറ്റി തിന്നിട്ട് മുന്നോട്ട്. എടാ ഇതിനൊക്കെ നിങ്ങളില്ലേ യാനേന്ന് പറഞ്ഞ വർഗത്തിനെ നിങ്ങൾ മാനം എടുത്തടാ ചങ്ങായിമാരെ. എടാ പണിക്കിറങ്ങിനടാ. എന്തൊക്കെ പണിയെടുത്ത് ഓരോരുത്തർ കുടുംബം നോക്കി യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിട്ടും പഠിക്കണം ആണെങ്കിലും നിങ്ങളൊക്കെ ഈ 4 ചുമ എടാ പെണ്ണുങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടുന്ന പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വീഡിയോ. നിനക്കൊക്കെ നല്ല
തണ്ടും തടി ഉണ്ടല്ലോടാ. കൈക്കോട്ട് എടുത്തിട്ട് ഇറങ്ങടാ, മഴ പെയ്തടാ, വല്ല വിത്തും കുഴിച്ചിട്ട് നല്ല ചീരി വേറുള്ളത് പച്ചക്കറികൾ ഉണ്ടാക്കടാ, നല്ല പൈസയാണ് മോനെ. ഓക്കെ, നീയൊക്കെ ഇങ്ങനെ 4 ചമ്മൽ പെണ്ണുങ്ങളെ പോലെ കൂസന്മാരെ പോലെ ഇരിക്കാണ്ട് പുറത്തിറങ്ങിയുടെ മക്കളെ, എന്നിട്ട് പണിക്ക് പോവിനയുടെ മക്കളെ. അതുപോലെ നല്ല അന്തസ്സുള്ള തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ നന്നായിട്ട് ജീവിക്കാൻ നോക്കിയടാ. പെണ്ണുങ്ങളുടെ വായിലിരിക്കുന്ന കേട്ടിട്ടു, പെണ്ണുങ്ങളുടെ തെറി കേട്ടിട്ടു വീണ്ടും വീണ്ടും വീഡിയോസ് ഇട്ടിട്ട് നാണോ മാനോ ഇല്ലാത്തവന്മാരെ എനിക്ക് നിങ്ങളോട് പറയാനൊന്നും ഇല്ലടാ. അരി വാങ്ങാനല്ലേ കുട്ടികളെ പോറ്റാ. കല്യാണം കഴിയാത്തവന്മാരും ഉമ്മാനും ഉപ്പാനും പോറ്റാനായിരിക്കും, പെങ്ങന്മാരെ പോറ്റാനായിരിക്കും. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഇപ്പൊ കൈസിന് പോലത്തുള്ളവരാണെങ്കിൽ ഭാര്യ ഇപ്പൊ കല്യാണം കഴിഞ്ഞ പുതു ഭാര്യയാണ്, അവർക്ക് നല്ലൊരു ചുരിദാർ വാങ്ങി കൊടുക്കണേ, അവർക്ക് പൈസ വേണ്ടേ, അവന്റെ അക്കൗണ്ട് റീച്ച് ആക്കലാണ് അവർക്ക് ഇങ്ങനെ അവൻ മരിങ്ങാണ്ട് അവർക്ക് അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരുള്ളൂ. ആ പുല്ലെനിക്ക് വരണമെങ്കിൽ അവൻ ഇങ്ങനെ കാണാൻ നല്ല വർത്താനം പറയാനേ അറിയില്ല. അത് വേറെ കാര്യം. ഞാൻ ഇവന്റെ പണ്ട് മുതലേ ഇവന്റെ കൈസിന് വീട് എനിക്ക് എന്റെ കേൾക്കാൻ കാണിച്ചല്ലേ, ഇത് നോക്കി ഇവന്റ് വേറെ പണിയൊന്നുമില്ല, അന്ന് സായി പണിക്ക് പോയിക്കൂടാണ്ട് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കൈസിന് പോലത്തുള്ളവന്മാരുടെ സെഫീന ബീവിന്റെ വീഡിയോ കാണാൻ തുടങ്ങിയത്. മറ്റേ നമ്മുടെ ആ കുട്ടി ഉണ്ടല്ലോ, ലണ്ടനിലെ ഒരു കുട്ടി, ലണ്ടനിലെ UK ഒരു കുട്ടി, ചാച്ചാ ആ കുട്ടിന്റെ പേരെന്താ, നമ്മുടെ ജാസ്മിന്റെ ഒക്കെ കൂടെ ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ മോള് UK ഇപ്പൊ ഗർഭിണിയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പേര് ഞാൻ മറന്നു, അവളെ ഞാൻ സബ്ബും ആക്കി. അടി അവളെ നീ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു ടൈമിൽ ആ കുട്ടി കരഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ മുതലേ നിന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഷെഫീന. ഞാൻ ഇപ്പോഴാടി 2 കൊല്ലമായിട്ട് അടി വന്നിട്ടുള്ളൂ. അതിന് മുന്നേ നീ എത്ര എണ്ണത്തിന് തിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ തന്നെ കൈസേ, നീ നിന്റെ തള്ള തന്ന അവിടെ തത്ത് കിടക്കണമെങ്കിൽ നീ ഇവിടെ 4 സമയം ആ ലോക ഷാജി തുണിയിട്ട് ചാടി, ആദ്യത്തെ ഷാജി വേറെ ചാടി, മറ്റുള്ള അവൻ. അപ്പൊ അതിനെക്കുള്ള നിങ്ങളോട് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഞാൻ പോട്ടെ, നന്ദി, നമസ്കാരം. നാളെ നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഷാജി ഉങ്ങളിടാൻ വിട പറയുന്നത് അതന്നെ. ഇനി വഴിക്കണേ എന്റെ ഉമ്മയാണ് പുലി പോലെ വളർത്തുന്നത് കേട്ടോ. കാത് നല്ല കൈക്കോട്ട് കൊണ്ട് തോണ്ടിട്ട് വന്നിട്ട് കേൾക്ക്. സെബീന, നീ ഇറങ്ങാടി സെബീന, എന്നാ നാളെ വന്ന് കേട്ടോ മതി പറഞ്ഞത്. ഓക്കെ സെബീന, ടാറ്റ. കൈസ, നിനക്ക് നാളെ അരി വാങ്ങാനുള്ളത് കൂടി ഞാൻ ഇന്ന് തന്നിട്ടുണ്ട് മോനെ. കൈസ, നാളെ നീ അരി വാങ്ങിക്കോ. നാളെ കുറച്ചും കൂടി ഞങ്ങൾ ഡെയിലി നിനക്ക് അരി വാങ്ങിക്കും. കൈസിന്റെ സെഫിനാക്ക് മാത്രമല്ല, കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങൾ കുറേശ്ശെ കണ്ടന്റ് ഇട്ട് തരാം. അരി വാങ്ങിക്കും മക്കളെ, നിങ്ങൾ അരി വാങ്ങിച്ച് നിങ്ങൾ കുട്ടികളും കുടുംബത്തിനൊക്കെ ഒന്ന് പോറ്റി. അങ്ങനെയെങ്കിലും ഷാജിന്റെ വീഡിയോസ് കൊണ്ട് നിങ്ങൾ കുടുംബം നേരായെന്നെങ്കിലും പറയുമല്ലോ, അതെനിക്ക് കേട്ടാ മതി. ഓക്കെ, ഞാൻ പോട്ടെ, ടാറ്റ ബൈ ബൈ ചെയ്യും. ഇന്നത്തെ ഇത്ര ഉള്ളൂ. ഇന്നത്തെ സൗണ്ട് ഇങ്ങനെ പോയി. ഇനി നാളെ ഈ സൗണ്ട് വരണമെങ്കിൽ കുറെ ചുടുവെള്ളം കുടിച്ചിട്ട് കുറെ മരുന്ന് കഴിച്ചിട്ടൊക്കെ വേണം. കാരണം ഞക്കിൽ കയറി പിടിക്കാൻ നല്ല പൊണ്ണന്മാരെ വളർത്തി വലുതാക്കി ഉണ്ടാക്കി വിട്ടതുകൊണ്ട് തന്നെ നമ്മുടെ ഞക്കിന്റെ കാണുന്നത് തന്നെ നമ്മുടെ സൗണ്ട് ഒക്കെ പോയി കിടക്കുന്നത്. അപ്പൊ അത്രയൊക്കെ പറയാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ അറിയാം, കേട്ടോ. ഓക്കെ, ടാറ്റ ബൈ ബൈ ചെയ്യും. ബൈ സെഫീന, ബൈ സെഫീന. എനിക്ക് എന്നും പറയാമല്ലോ സെഫീന, നിന്റെ വീഡിയോ ഒക്കെ എന്റെ മക്കളെ കണ്ട് ചിരിക്കലാടി പതിവ്. എന്താ ഭയങ്കര കോമഡി പീസായി മാറി പോയത്. എനിക്ക് അത്രയുള്ള പറയാൻ. ഓക്കെ ചാറ്റ. സെഫീന പച്ചപ്പോ പഠിച്ചോട് പേടിയായിട്ടുണ്ട്. മറ്റത് ഇങ്ങനെ ലോകേഷ് ഇങ്ങനെ ഒരു പാട്ട് പാടില്ല. ഇപ്പൊ അവള് പാവം കുട്ടി, നല്ല ഇമാൻ കുട്ടി, നല്ല കേസ് ഇങ്ങനെ ഷാജി ഇങ്ങനെ ആയി അങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാവം കുട്ടി എന്താ ചെയ്യാം, പഠിച്ചോനെ പാവം കുട്ടി. ഞാൻ പഠിച്ചോനെ, ഞാൻ ഇങ്ങനെ അടിക്കടി പഠിച്ചോനെ നിങ്ങൾ കേട്ടില്ലേ, ഇങ്ങനെയാണോ കൊച്ചുങ്ങളെ വളർത്തേണ്ടത്? നമുക്ക് എല്ലാവർക്കും ഉണ്ട് കുഞ്ഞുങ്ങള്. തെറ്റ് കാണിച്ചാൽ നമ്മൾ അവരെ തിരുത്തി കൊടുക്കണം, എങ്ങനെയെങ്കിലും അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ നോക്കണം. അതിന് പകരം മുട്ടയിൽ വിരിയാത്ത ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൂത്തിനൊത്ത്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അവർക്കറിയില്ല. സത്യത്തിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷെഫീന ബീഗം ഷാൾ ഇടുന്നത് എങ്ങനെയാണെന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയാം. കാരണം അവര് ഷെഫീന ബീഗത്തിന്റെ ചാനലിൽ കയറി വീഡിയോ കാണാറുണ്ട് എന്നാണ് ഈ പറയുന്ന ഷാജിദ പറയുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഷെഫീന ബീഗം എന്ന് പറയുന്ന ലേഡി അതൊരു വായ തുറന്നാൽ തെറിയാണ് കൂടുതലായിട്ട് പറയാറുള്ളത്. നല്ല കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാറുണ്ട്. പക്ഷേ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ശരിക്കും പല കാര്യങ്ങളും പ്രൂഫ് വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കേട്ടാൽ അവർക്കതിൽ പ്രത്യേകിച്ച് രസമൊന്നും തോന്നില്ല, അവർക്ക് അതിനെ പറ്റിയൊന്നും മനസ്സിലാവത്തുമില്ല. വലിയ വലിയ കാര്യങ്ങളാണ് ഷെഫീന ചേച്ചി പറയുന്നത്, ഷെഫീനത്തെ പറയുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 5 വയസ്സുള്ള പിഞ്ച് കുഞ്ഞ് ഷെഫീന ബീഗത്തിൻ്റെ ചാനൽ കാണുമെന്നൊക്കെ പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്നവർക്കും വിശ്വസിക്കാനൊന്നും പറ്റില്ല. ശരിക്കും പറഞ്ഞാലുണ്ടെങ്കിൽ അവരുടെ മാനറിസങ്ങൾ ഷാജിദ തന്നെയായിരിക്കും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതും. ഇതുപോലെ ചാനലിൽ വന്ന് പറയണമെന്ന് നേരത്തെ കുഞ്ഞുങ്ങളെ ചട്ടം കെട്ടി നിർത്തിയിട്ടുണ്ടാവാം. അതിൻ്റെ അടിസ്ഥാനത്തിലാവാം ഈ കുഞ്ഞുങ്ങൾ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ദോഷം ചെയ്യും സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് നിനക്കും കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ അതൊന്നും മനസ്സിലാവില്ല. എല്ലാം കൊണ്ട് കുഞ്ഞുങ്ങൾ കൊഞ്ചി പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. ഒരാളുടെ കൈവെട്ടും കാലുവെട്ടും എന്നാണോ 5 വയസ്സുള്ള കുഞ്ഞ് പറയേണ്ടത്? അങ്ങനെ നമ്മളൊക്കെ ആണെങ്കിൽ സാധാരണ ചെറിയ പ്രായത്തിൽ കുട്ടികൾ എന്തെങ്കിലും മോശമായിട്ടുള്ള വാക്കുകൾ, ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളൊക്കെ പട്ടി പൂച്ചയെന്ന് വിളിക്കാത്ത കുട്ടികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ തെറ്റായിട്ടുള്ള ഭാഷ പറയുമ്പോൾ അപ്പോൾ ഇങ്ങനെ വായിൽ ഇങ്ങനെ ഞൊട്ടിക്കൊടുക്കും. നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ പട്ടി തെണ്ടി പൂച്ച ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ ഇങ്ങനെ ഒരടി എടുക്കും, ഇങ്ങനെ ഒന്ന് ഞൊട്ടിക്കൊടുക്കും. പിന്നെ ഇച്ചിരി നേരം കഴിയും, പിന്നീട് പറയുന്ന വാക്ക് പിന്നീട് അത് പറയില്ല. അങ്ങനെ ചെയ്യുന്നത്. അല്ലാണ്ട് കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്ത് ചിരിച്ച് കൊഞ്ചല്ല ചെയ്യേണ്ടത്, ചിരിച്ച് കാണിക്കുകയല്ല ചെയ്യേണ്ടത്. ചിരിച്ച് കാണിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചിരിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാണ്ട് മുതിർന്നവരെ ഒരു റെസ്പെക്റ്റും ഇല്ലാണ്ട് മുതിർന്നവരെ പറ്റിയിട്ട് കൈവെട്ടും കാലുവെട്ടും, അങ്ങോട്ട് വന്നാൽ മൂക്കിനിട്ട് ചവിട്ടി തരും, മോന്തക്കിട്ട് ഇടിച്ചു തരും എന്നൊക്കെ പറയുന്നത് ഒട്ടും നല്ല കാര്യമില്ല. ശരിക്കും ഇതിനെ പറ്റിയിട്ട് ഷെഫീന ബീഗം അവരുടെ ചാനലിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അവരുടെ ചാനലിൽ വന്നിട്ട് അവർ പറഞ്ഞത് ഇത്ര മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ.
എനിക്കതിന് ഒരു പ്രശ്നമില്ല. നീ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ എന്നെ 2 അടി അടിച്ചിട്ട് പോകൂ. ഞാൻ എൻ്റെ ആൺമക്കളെ കുറച്ചുകൂടി ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നിൻ്റെ പ്രായത്തോളം വരുന്ന ഒരു പേരക്കുട്ടി എനിക്ക് ജനിക്കുമായിരുന്നു. അപ്പോൾ ഞാനൊരു ഉമ്മുമ്മ ആയാനെ. അതുകൊണ്ട് തന്നെ നീ വന്ന് വേണമെങ്കിൽ എനിക്ക് 2 എണ്ണം തന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് അവർ പറഞ്ഞത്. ശരിക്കും പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ് അവർ കാര്യം സംസാരിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ കുട്ടികളെ ഈ തള്ളച്ചി നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുട്ടികളെ വച്ചിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള അഹങ്കാരങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള വാശിയൊക്കെ കുഞ്ഞുങ്ങളെ മുൻനിർത്തി കളിക്കാനായിട്ട് നിൽക്കരുത്. അത് ഒരിക്കലും ഗുണത്തേക്കാളേറെ ദോഷമല്ലാണ്ട് മറ്റൊന്നും നിങ്ങൾക്ക് നേടിത്തരില്ല എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വെക്കുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.